എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എയർ ലെയറിങ്ങിനെ സംബന്ധിച്ചാണ്. എയർ ലെയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ റിലീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ്, പക്ഷേ മറ്റൊരു മാവിലാണ് ചെയ്യുന്നത്. അന്ന് ചെയ്ത മൽഗോവയിലാണ്, ഇപ്പോൾ ചെയ്യുന്ന പ്രിയൂരിലാണ്. അപ്പോൾ അതിന് നമ്മളൊരു ബോട്ടിൽ ഉണ്ടാക്കി, ബോട്ടിൽ നടുമുറിച്ചു. വേസ്റ്റ് വാട്ടർ ബോട്ടിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞ് വലിച്ചെറിയുന്ന ബോട്ടിൽ നടുമുറിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം, അടപ്പുള്ള ഭാഗം, അതിൻ്റെ രണ്ട് സൈഡിൽ തുളയിട്ടു. ഈ കൊമ്പിന് പാകമാകുന്ന രീതിയിൽ തുളയിട്ടു. രണ്ട് തുളയിട്ടതിന് ശേഷം ആ തുള എത്തുന്നവരെ നമ്മൾ സ്ട്രെയിറ്റ് താഴേക്ക് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ കുപ്പി ഒന്ന് പകുതി ഒന്ന് അടർത്തി ചെറുതായിട്ടൊന്ന് അകത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് തള്ളിയാൽ കറക്റ്റായിട്ട് ആ ബ്രാഞ്ചിൽ ലോക്ക് ചെയ്ത് അവിടെ ഇരുന്നോളും. പിന്നെ അത് താഴേക്ക് വീഴില്ല. വേണമെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് ഒരു ചരട് കെട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹോളിന് അല്പം വട്ടക്കുറവുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. ഞാൻ ആദ്യം ഉണ്ടാക്കിക്കൊണ്ട് ചെന്നതിന് വട്ടം അല്പം കുറവാണ്. കാരണം അതിനേക്കാൾ ഞാൻ പ്ലാൻ ചെയ്തതിൽ അല്പം വണ്ണം കൂടിയ ഒരു കൊമ്പിലാണ് ഞാനിപ്പോൾ ലെയറിങ് ചെയ്യുന്നത്. ഇതാണ്. അത് പതുക്കെ രണ്ട് സൈഡിലേക്ക് ഒന്ന് അകത്തി മേലേക്ക് തള്ളിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ ചെന്ന് ലോക്കായി അവിടെ ഇരിക്കും. ഇതാണ് ആ സാധനം. ഇതാ ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കുകയാണ് എന്താ ചെയ്തതെന്നുള്ള. ആർക്കും ചെയ്യാൻ വീട്ടിൽ വളരെ ഈസിയാണ്. ഒരുപാട് വേസ്റ്റ് വാട്ടർ ബോട്ടിലുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. നമുക്കത് വെച്ച് ഇത് വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് ചെയ്യാം. കോംപ്ലിക്കേഷൻ ഇല്ല. ഇനി ഒരു നോഡ് സെലക്ട് ചെയ്തു ഞാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോഡ്, ഒരു കമ്പ്, മലയാളത്തിൽ കമ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നോഡ്. ഇപ്പം ഞാൻ കത്തി കൊണ്ട് ഒരു സൈഡിൽ വരഞ്ഞു വട്ടം, ഇനി മറ്റേ സൈഡിൽ വരഞ്ഞു. അതിൻ്റെ മിഡിലൊരു നോഡാണ്. ആ നോഡിൽ നിന്നാണ് ഇതിലേക്ക് വേരുകൾ ഉണ്ടാവുക. തൊലിയുടെ അറ്റത്തു നിന്നും വേര് വരും, കട്ട് ചെയ്ത എഡ്ജിൽ നിന്നും വേര് വരും. പക്ഷേ നോഡിൽ നിന്ന് വരുന്ന വേരുകൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. കാതലിൽ നോഡുണ്ട്. സെൻറ്ററിൽ വരുന്ന നോഡാണ്. ആ നോഡ് നോക്കിയിട്ടാണ് ഞാൻ ആ ബ്രാഞ്ച് സെലക്ട് ചെയ്തത്. കട്ടിങ് നോഡിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വീതമാണ്. അപ്പോൾ ടോട്ടൽ 2 ഇഞ്ച്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരറ്റത്ത് നിന്ന് നോഡ് വരെയുള്ള തൊലി കളയുന്നു. ആ നോഡിൻ്റെ അവിടെ സൂക്ഷിക്കണം. കാരണം നോഡിൻ്റെ അവിടെ അധികം തൊലി അല്ലാതെ കാതലിലേക്ക് തീരെ തട്ടാൻ പാടില്ല. കാതലിലേക്ക് തട്ടി കഴിഞ്ഞാൽ നമുക്ക് വേരിൻ്റെ വളർച്ച ഇല്ലാതെ പോകും. അപ്പോൾ ഒരു സൈഡ് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ മറ്റേ സൈഡ് മേൽഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ അടിഭാഗം രണ്ട് സൈഡ് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി അതിൽ തൊലിയുടെ അംശങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും ചുരണ്ടി കളയണം. അത് ചുരണ്ടി കളഞ്ഞില്ലെങ്കിൽ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിട്ട് രണ്ട് മുറിവായും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ പിന്നെ അതിൽ വേര് വരില്ല. അപ്പോൾ അതിൽ കൂടെ വെള്ളം, മറ്റേ മിനറൽസ്, അതിൻ്റെ വളങ്ങൾ, സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ വേര് വരില്ല. അപ്പോൾ ഒരു കാരണവശാലും തൊലിയുടെ ഒരു ചെറിയൊരു അംശം പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. അത്രയും ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ വേര് വളരില്ല. ഒരു നൂല് വണ്ണത്തിൽ തൊലി അവിടെ ഇരുന്നാൽ അത് പെട്ടെന്ന് വളർന്ന് അതിൽ കൂടെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടാവും. ഫ്ലൂയിഡ് കമ്മ്യൂണിക്കേഷൻ, എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ വേരുണ്ടാവില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണാം നേരിട്ട്. ആ സ്കിന്ന് കംപ്ലീറ്റ് കളഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. കഴിയുമെങ്കിൽ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ വീടുകളിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് നല്ല വെറൈറ്റി മാവ്, അതിൻ്റെ പുതിയ തൈക്കളുണ്ടാക്കാം. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. 2 to 3 ഇയേഴ്സിൽ അതിൻ്റെ ഫലം കിട്ടും. 3 വർഷമാണ് പറയുന്നത്. ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തിൽ അത് കായ്ക്കും. അതിൽ നിന്ന് ഫലങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
ഞാൻ ആ ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് വളരെ കറുത്തൊരു കമ്പ് നല്ല തടിച്ചൊരെണ്ണം നിൽക്കണതാണ് ആ കോർണറിൽ, ലെഫ്റ്റ് കോർണറിൽ നോക്കിയാൽ കാണാം. അപ്പോൾ അത് ഞാൻ ഒരു മാസം മുമ്പ് ലെയർ ചെയ്താണ്, അത് ഫെയിലായി, അത് ഉണങ്ങിപ്പോയി. പക്ഷെ ആ ഭാഗം മേലോട്ടുള്ള സെക്ഷൻ, അപ്പർ സെക്ഷൻ്റെ അടിഭാഗം നല്ലോണം വീർത്ത് വന്നു. പലപ്പോഴും അങ്ങനെ വീർത്ത് വന്നിട്ടാണ് അതിൽ നിന്ന് വേര് പൊട്ടും. ചിലപ്പോൾ അടിയിൽ നിന്ന് പൊട്ടും, ചിലപ്പോൾ മുകളിൽ നിന്ന് പൊട്ടും, ചിലപ്പോൾ മിഡിലിൽ നിന്ന് പൊട്ടും, ഇതിൽ നിന്ന് നോഡിൽ നിന്നും പൊട്ടും. 3 സ്ഥലത്തും വേര് വരാം. അത് ഞാൻ മുറിച്ച് കളഞ്ഞിട്ടില്ല, ഫെയിലായത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെച്ച് കെട്ടിയിരുന്ന കുറച്ച് ചകിരിച്ചോറുണ്ട്, അത് ഞാൻ അഴിച്ചെടുത്തു. അത് ഇതിന് ഉപയോഗിക്കാം. വേറെയും ഞാൻ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് 3-4 ദിവസം കഴുകി വെടുപ്പാക്കിയ ചകിരിച്ചോറ് എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് വളരില്ല. പിന്നെ ഞാൻ വേരുണ്ടാവാനായിട്ട് ഒരു ചെറിയൊരു സൂത്രം കൂടെ അതിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആസ്പിരിൻ ഗുളികകൾ പൊടിച്ചിട്ടിട്ടുണ്ട്. ആസ്പിരിൻ 75 mg കുറച്ച് ആസ്പിരിൻ ഗുളികകൾ ഒരു 4 എണ്ണം പൊടിച്ചിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു റൂട്ടീൻ ഹോർമോണായിട്ട് വർക്ക് ചെയ്യും, പെട്ടെന്ന് വേര് വരാൻ സഹായിക്കും. അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്, വളരെ കൊല്ലങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ സ്കിൻ റിമൂവൽ പ്രോസസ്സ് പൂർത്തിയായി. അല്പം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം വളരെ നേരിയ തൊലികൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ എടുത്ത്, എന്നാൽ കാതലിന് കേട് വരാനും പാടില്ല. കാതൽ മുറിച്ച് കളയരുത്. കാതൽ മുറിച്ച് കളഞ്ഞാൽ ചെടി ചിലപ്പോൾ ഉണങ്ങിപ്പോവും. ഞാൻ ഇടത്തെ കൈ അവിടെ വെക്കുമ്പോൾ അതിൻ്റെ ഭാരം കൊണ്ട് കമ്പൊന്ന് താന്നു പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റാതെ വരും. കൈ എടുക്കുമ്പോൾ നല്ലോണം പൊന്തി വരും. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. നല്ലപോലെ സർജിക്കൽ സ്പിരിറ്റ് വെച്ച് തുടച്ച കൈകളും കത്തികളും മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. എപ്പോഴും അത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കൊമ്പ് ഉണങ്ങിപ്പോവും, വേര് പിടിക്കില്ല. ഞാൻ ഒന്നും കൂടെ അത് ക്ലീൻ ചെയ്യുകയാണ്. തൊലിയുടെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ ചോദിച്ച് ചുരണ്ടി കളയാണ് ഭംഗിയായിട്ട്. നല്ല നീറ്റാക്കുകയാണ്. നീറ്റാക്കിയതിന് ശേഷം നമുക്കിനി ചകിരിച്ചോറ് വയ്ക്കാം. നമ്മുടെ ബോട്ടിൽ വെച്ച് ചകിരിച്ചോറ് വയ്ക്കാം. കുറച്ച് ഫില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അപ് ടു ദ ലെവൽ. ആ തുളയുടെ അവിടം വരെ ചകിരിച്ചോറ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം തുളയുടെ മേൽഭാഗം, അതായത് കമ്പിൻ്റെ മേൽഭാഗം നമുക്ക് ഫില്ല് ചെയ്യാം. കണ്ടോ, അപ്പം അവിടം വരെ ഫില്ല് ചെയ്തു. ആ തുളയിട്ടിട്ടുള്ള സ്ഥലം വരെ ഫില്ല് ചെയ്തു, കയറ്റി വെച്ചു. ഒത്തിരി ഭാരം ഉണ്ടാവും, അപ്പോൾ വീഴാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ, കാരണം അപ്പർ ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, ഒരു ചെറിയ ചരടിട്ട് കെട്ടിയാൽ മതി, ഒരു സപ്പോർട്ട്. അല്ലെങ്കിൽ നമ്മളത് നിറച്ച് വരുമ്പോൾ ലോഡ് കൂടിയാൽ ചിലപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വികസിച്ചിട്ട് ചിലപ്പോൾ അത് ഊരി താഴത്തേക്ക് പോവാം. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് 1-2 ചെറിയ ചരടുകൾ വെച്ച് ആ കമ്പിനോട് ചേർത്തൊന്ന് കെട്ടിയിടാം. അതാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് അടിയിലും കെട്ടാം, ഒന്ന് മുകളിലും കെട്ടാം. 2 ചരട് കെട്ടി അത് സൂപ്പർ സ്ട്രോങ് ആയി നല്ല സ്റ്റേബിളായിട്ട് ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമൊന്നുമില്ല. അപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ കൊമ്പൊന്ന് ആടിയാൽ ഇത് താഴേക്കും മുകളിലേക്കൊന്നും പോവാതിരിക്കാൻ കറക്റ്റായിട്ട് നമ്മുടെ ആ തൊലി കളഞ്ഞ ഭാഗം അതിൻ്റെ മിഡിലായിട്ട് വരത്തക്ക രീതിയിൽ വെച്ച് ഫിക്സ് ചെയ്തു. ഇനി ഒരു കെട്ട് കെട്ടി, ഒരു കെട്ടും കൂടി കെട്ടിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും. മുകളിൽ ഒന്ന് അടിയിലും ഒന്ന് മുകളിലും.
ചകിരിച്ചോറിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് നല്ലപോലെ ഉള്ളിൽ ടൈറ്റാക്കി ഫില്ല് ചെയ്യണം. അപ് ടു ദ എഡ്ജ് നല്ലപോലെ നിറച്ചതിന് ശേഷം നല്ലോണം വെറ്റാണത്. 3-4 ദിവസം വെള്ളത്തിലിട്ട് ചകിരിച്ചോറാണ്. നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരാഴ്ച കഴിഞ്ഞിട്ട് അത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 വീക്ക്. ആഫ്റ്റർ 1 വീക്ക് അതിൻ്റെ മൂടി മേൽഭാഗം നമ്മൾ വെക്കാൻ പോകുന്ന മേൽഭാഗം ഉണ്ട്, അപ്പോൾ അത് വെച്ച് അടയ്ക്കുകയാണ്. ഇനി മുറിച്ചെടുത്ത പകുതി ഭാഗം അത് വെച്ച് നല്ലപോലെ ടൈറ്റാക്കി അടയ്ക്കാം. ഇറക്കി വെച്ച കമ്പിൻ്റെ കമ്പ് വരെ പൂവത് ഇറക്കി വെച്ചു. ഇനി ഇപ്പം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റായി. ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമുക്കത് മേൽഭാഗം ഒന്ന് തുറന്ന് പതുക്കെ അധികം ഷെയ്ക്കാവാതെ തുറന്ന് ഇത്തിരി വെള്ളം ഒഴിക്കാം. സാധാരണ ചകിരിച്ചോറിൻ്റെ നനവ് കുറേ ദിവസം നിൽക്കും. ഒരു 3 വീക്സോ 4 വീക്സൊക്കെ നിൽക്കും. സമ്മറിലാണെങ്കിൽ ഒരു 2 വീക്സ് നിൽക്കും. ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഒരു 4 വീക്സ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇത്തിരി വെള്ളം, അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നവരെല്ലാം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുക? വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്, സിമ്പിൾ പ്രോസസ്സാണ്. എല്ലാവർക്കും ചെയ്യാം. വീട്ടിൽ നമ്മുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നല്ല വെറൈറ്റി മാവ് കണ്ടാൽ അവിടെ അവരോട് പറഞ്ഞ് ഇത് ചെയ്തിട്ട് അതിൻ്റെ കമ്പ് മുറിച്ച് വേണം നമ്മുടെ വീട്ടിൽ നടാം, ഇവിടെ വളർത്താം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജൊക്കെ ഉണ്ട് മനസ്സിലാക്കിയിരുന്നാൽ. കുറച്ച് ചകിരിച്ചോറ് മാത്രം നമ്മൾ കളക്ട് ചെയ്ത് റെഡിയാക്കി വെക്കേണ്ട, ഉപ്പ് കളഞ്ഞ് വെക്കേണ്ട, വേറെ ഒന്നും വേണ്ട. വേറെ ഒരു സാധനം നമ്മൾ കാശ് ചിലവാക്കി വാങ്ങുമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ലോ കോസ്റ്റാണ്, ഈസിയാണ്, ചീപ്പാണ്. ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണിത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടെ നമസ്കാരം. സപ്പോർട്ട് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു.